നമസ്കാരം, എല്ലാവർക്കും ഈസി ഇലക്ട്രോണിക്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പുതിയ സീരീസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഇലക്ട്രോണിക് പ്രൊജക്ട്സ്. ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റുഡൻസ് അവർ ചെയ്ത പ്രോജക്റ്റിനെ പറ്റി അല്ലെങ്കിൽ പ്രൊജക്ട് ഐഡിയാസ് നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ആരെങ്കിലും എൻ്റെ ചാനൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിനടുത്ത് വരുന്ന ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പാർട്ട് 1 ഓഫ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഇലക്ട്രോണിക് പ്രോജക്റ്റ് സീരീസാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ചെയ്ത പ്രോജക്റ്റിനെ പറ്റി എന്തെങ്കിലും കൺസെപ്റ്റ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ സർക്യൂട്ട് എക്സ്പ്ലനേഷനോ അല്ലെന്നുണ്ടെങ്കിൽ പ്രോജക്റ്റ് എന്താണെന്നുള്ള എക്സ്പ്ലനേഷനോ നിങ്ങൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മെയിൽ ID അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഷെയർ ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പാർട്ട് 1 കാണാൻ പോകുന്നത് സ്മാർട്ട് അഗ്രികൾച്ചറിനെ കുറിച്ചാണ്. സ്മാർട്ട് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് വളരെ സ്മാർട്ടായിട്ടുള്ള രീതിയിൽ അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതൊരു ഗ്രൂപ്പ് പ്രൊജക്റ്റ് ആയിരുന്നു. 4 ഫേസ് ആയിട്ടാണ് അവർ ചെയ്തത്. അപ്പം ഞാൻ കൂടുതലായിട്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്ത ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് മെയിൽ ID എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പം ഞാൻ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. പ്രോജക്റ്റ് ചെയ്തവർ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കട്ടെ. ഓക്കെ. Hi friends, we are doing a project named Smart Agriculture. Smart Agriculture is an approach that helps to guide action needed to transform and reorient the agriculture system to effectively support development and ensure food security in a changing climate. The project is done in 4 phases. First, plant disease detection using image processing. Health monitoring and disease detection on plant is very critical for sustainable agriculture. Hence, image processing is used for the detection of plant disease. It involves the steps like image acquisition, image preprocessing, image segmentation, feature extraction and classification. The detection is done by using images of leaves. Second, animal detection using image processing. This proposed system seeks to identify wild animals that disturb the agriculture field with the aid of an intelligent image processing algorithm in Raspberry Pi. Here we test the animal database and the wild animals are detected. Then the messages are sent through Wi-Fi module and ultrasonic sounds are produced to keep the animals away. Third, the automated irrigation system. Modern water system could be effectively used to water plants when they need it. For implementation of automatic irrigation system, we use the combination of sprinkler system, pipes and nozzles. This project uses a microcontroller. It is programmed to sense moisture, humidity and temperature level at a particular instance of time. If moisture is less than a specified threshold, desired amount of water is supplied. And last, the pH detection of soil. The sensor combines a MOSFET with a separate gate as a sensing electrode, which is fabricated by indium tin oxide. It is placed in the soil and the pH of the soil can be determined. Thank you. വളരെ സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റായിട്ടാണ് എനിക്ക് സ്മാർട്ട് അഗ്രികൾച്ചറിൻ്റെ കൺസെപ്റ്റിന് തോന്നിയത്.
നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. പ്ലീസ് ലൈക്ക്, comment, share and subscribe. Thank you.